എൻ്റെ പേര് ലിസി, USA എന്നാണ് വരുന്നത്. ആദ്യമായി അമ്മയ്ക്കും തിരുക്കുമാരനും ഈ വേദിയിൽ വന്ന് സാക്ഷി പറയാൻ ഇടയാക്കിയതിന് ആയിരം നന്ദി പറയുന്നു. 2024 കഴിഞ്ഞ വർഷം ജൂൺ 23 കാനഡയിൽ വെച്ചാണ് ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി, അവിടെ വെച്ചാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. അച്ഛൻ അവിടെ വരികയും 2 ദിവസത്തെ ഉടമ്പടി ക്ലാസ്സുകളും ഉടമ്പടി ധ്യാനം അറ്റൻഡ് ചെയ്യുകയും ഞങ്ങളവിടെ വെച്ച് ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഞാനും എൻ്റെ കുടുംബവും അതിൽ പൂർണ്ണമായി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം വെച്ചൊരു നിയോഗം എന്ന് പറയുകയാണെങ്കിൽ അത് ഭയങ്കര അത്ഭുതകരമായി മാതാവ് ഒരു സമയ ചുരുക്കത്തിലൂടെ ഞങ്ങൾക്ക് നേടിത്തന്ന ഒരു അനുഗ്രഹമായിരുന്നു. പൂർണ്ണ വിശ്വാസം ആയിട്ടല്ലായിരുന്നു ആ നിയോഗം ഞാൻ വെച്ചത്. കാരണം ഞാൻ 2004-2005 കാലഘട്ടങ്ങളിൽ നേഴ്സിംഗ് പഠിച്ചിറങ്ങിയ ഒരു നേഴ്സാണ്. അന്ന് USA ആണ് എല്ലാ നേഴ്സുമാരും പോകാൻ ആഗ്രഹിക്കുകയും ഓപ്പൺ ആയിട്ടിരുന്ന ഒരു സ്ഥലം. വേറെ ഒരു രാജ്യങ്ങളും അങ്ങനെ ഓപ്പൺ അല്ലായിരുന്നു. അന്ന് മുതൽ ഞാൻ എൻ്റെ IELTS എല്ലാം ഫസ്റ്റ് ചാൻസിൽ പാസ്സാകും, CGFNS പാസ്സാകും, NCLEX പാസ്സാകും, എല്ലാ എക്സാമും പാസ്സാകുമെങ്കിലും ഇവിടെ എൻ്റെ പേപ്പർ വർക്ക് മൊത്തം തടസ്സമായിരുന്നു. അത് മുന്നോട്ട് പോകും തോറും ഭയങ്കര കോംപ്ലിക്കേറ്റഡായിട്ട് പോകും. അങ്ങനെ 2007, 8, 9 കാലങ്ങളിൽ അമേരിക്ക ഉപേക്ഷിച്ചു. ഞങ്ങൾ 2011 ആയപ്പോൾ ഞങ്ങൾ കാനഡയിലോട്ട് പോയി. കഴിഞ്ഞ 14 വർഷമായിട്ട് കാനഡയിലാണ്. അങ്ങനെ ഈ US 2017 ഓപ്പൺ ആവും. ഞാൻ വീണ്ടും അങ്ങോട്ട് പോകാൻ അപ്ലൈ ചെയ്യും. എൻ്റെ പേപ്പർ നടക്കത്തില്ല. ആർക്കുമില്ലാത്ത ഒരുപാട് തടസ്സങ്ങൾ പറയാനാണെങ്കിൽ അത് എനിക്ക് പോലും മനസ്സിലാകത്തില്ല എന്താണ് ഇത്ര തടസ്സമെന്ന്. അങ്ങനെ അതൊരു സൈഡിൽ ഇട്ടിരിക്കുവാണ്. എപ്പോഴെങ്കിലും പോകാം, ഇപ്പം എന്തായാലും കാനഡയിലാണല്ലോ, ഇനി US പോകണ്ട, ദൈവത്തിന് അത് ആഗ്രഹമില്ലായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ഉടമ്പടി പങ്കെടുത്തപ്പം അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ് സ്ട്രൈക്ക് ചെയ്തത്. നിങ്ങൾക്ക് നടക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉടമ്പടിയിൽ വെക്കരുത്. നിങ്ങൾക്ക് എന്ത് നടക്കില്ല അതാണ്. ഞാനൊരു ചലഞ്ചായിട്ടാണ് അത് എടുത്തത്. അച്ഛൻ പറഞ്ഞത് എനിക്കൊന്ന് അറിയണമല്ലോ. അപ്പോൾ ഞാനത് എൻ്റെ ഫസ്റ്റ് അത് പറയണമെന്ന് വെച്ചില്ല. ഞാൻ വേണ്ട, US പ്രോജക്റ്റ് പറയണ്ട അച്ഛൻ്റെ അടുത്ത്, വേറെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉള്ള പോലെ ഉണ്ട്, നമുക്കത് വെക്കാം. പക്ഷേ ഉടമ്പടി കാശുരൂപം മേടിക്കാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഒരു 5 സെക്കൻഡ്സ് നമുക്ക് സമയം തരും. അച്ഛനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം. പക്ഷെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നത്, അച്ഛാ ലാസ്റ്റ് 18 years ഞാൻ US വേണ്ടി ട്രൈ ചെയ്യുന്നു, പക്ഷേ നടക്കുന്നില്ല, എനിക്കറിയത്തില്ല. അച്ഛൻ എന്നെ ഒന്ന് നോക്കി, ഇങ്ങനെ നോക്കിയിട്ട് തോന്നി, കണ്ണടച്ച് ഇങ്ങനെ കാണിക്കുക മാത്രമേ ചെയ്തുള്ളൂ. എന്നിട്ട് എൻ്റെ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് എന്നെ പറഞ്ഞു വിട്ടു. അപ്പം തിരിച്ച് ഉടമ്പടി എടുത്തു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു, വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴും ഞാൻ ആലോചിക്കുവാണ്, ഇൻ കേസ് ഇനി US എംബസി എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ പോലും ഞങ്ങളുടെ എംബസിയുടെ ക്യൂ വെച്ച് 2027 അല്ലാതെ നോർമൽ പ്രോസസ്സ് അല്ലെങ്കിൽ പോലും, ഇതിപ്പോൾ എനിക്ക് ഒത്തിരി തടസ്സമുണ്ട്, ഈ തടസ്സം മാറി ഈ നോർമൽ പ്രോസസ്സ് ആയാൽ പോലും 2027 മാത്രമേ എനിക്കൊരു ഇൻ്റർവ്യൂ US എംബസിയിൽ കിട്ടുള്ളൂ. ഞാൻ വന്ന് വീട്ടിലിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. വളരെ സജീവമായി ഞാനും എൻ്റെ ഭർത്താവും അച്ഛൻ പറഞ്ഞ പോലെ പള്ളിയിൽ പോകുന്നു, ബൈബിൾ വായിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. ക്ഷമിക്കാൻ പറ്റാത്തവരോട് ക്ഷമിക്കാൻ പറ്റുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നു, മറ്റുള്ളവരെ അംഗീകരിക്കാൻ, അങ്ങനെ കുറേ മാറ്റങ്ങൾ ഞങ്ങൾ വന്നു. അത് കഴിഞ്ഞ് ഒരു ഉടമ്പടി എടുത്ത് വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പറയുകയാണ്, ഒരു ലെറ്റർ എഴുതാൻ. ഒരു ലെറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട്? അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന പോലെ മാതാവ് പറയുന്ന ഒരു ലെറ്റർ എഴുത് US എംബസിയിലോട്ടൊരു ലെറ്റർ എഴുതാമെന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. വാട്ട് ബാക്ക്ഗ്രൗണ്ട്സ്, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ എനിക്ക് US വിസ തരണമെന്നോ, ഞാൻ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്തിട്ട് വർഷങ്ങളായെന്നോ, ഞാൻ മാതാവിനോട് ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും പറയുകയാണ്, ഒരു ലെറ്റർ എഴുത്, ഒരു റീസണും വേണ്ട, നീ ഒരു ലെറ്റർ എഴുത്.
ഞാൻ ലെറ്റർ മീൻസ് ഒരു ഇമെയിലാണ്, ഒരു പ്രൊഫഷണൽ ലെറ്റർ ഒന്നുമല്ല. ഞാൻ ഇമെയിൽ എടുത്തു, തുറന്നു വെച്ചു. ഞാൻ എംബസിയിലോട്ട് എൻ്റെ ഉള്ളിൽ എന്താണോ ഒരാൾ പറയുന്നത് അത് വെച്ച് ഞാൻ എഴുതുകയാണ്. ഒരു എംബസിയിലൊരു വ്യക്തിക്ക്, ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു 7 പ്രാവശ്യം ഞാൻ കൈവച്ച് ചൊല്ലി. ഈ കിട്ടുന്ന ലെറ്റർ ആർക്കാണോ ആ വ്യക്തി, ആ കുടുംബം, എനിക്ക് ആരാന്ന് പോലും അറിയത്തില്ല. ഞാൻ എഴുതിയ ലെറ്റർ ഇതാണ്. ഞാൻ എൻ്റെ 20 വയസ്സുകളുള്ളപ്പോൾ, ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞ് 18-19 ഇയേഴ്സ് ഉള്ളപ്പോൾ ഞാൻ ട്രൈ ചെയ്തൊരു സ്വപ്നമാണ് എൻ്റെ US മൈഗ്രേഷൻ. ഇപ്പോൾ അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞു, 15 വർഷം കഴിഞ്ഞു, ഓൾമോസ്റ്റ് 18 ഇയേഴ്സ്. ഐ എം ഇൻ മൈ ഏർലി 40s. എൻ്റെ മകൾക്കിപ്പോൾ 18 വയസ്സായി. ഇപ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് ഇതെനിക്ക് തരുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും തടസ്സങ്ങളിൽ എന്നെ കൊണ്ടുപോകുന്നു? അതൊരു റീസൺ. ബട്ട് അതൊരു റീസൺ അല്ല. അവരെനിക്ക് വിസ തരാനൊരു റീസൺ അല്ല. രണ്ടാമത്തെ റീസൺ വെച്ചു. എൻ്റെ മോൾ 12th കഴിഞ്ഞു. അവൾക്കൊരു യൂണിവേഴ്സിറ്റി കയറണമെങ്കിൽ നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി തന്നാൽ കൊച്ചിന് അവിടെ പഠിക്കാം. പക്ഷേ അതും ഒരു റീസൺ അല്ല. കാനഡയിലെ സിറ്റിസനായ എനിക്ക് എൻ്റെ കൊച്ചിനെ US വിട്ട് പഠിപ്പിക്കാം. അപ്പോൾ അതൊരു റീസൺ, വാലിഡ് റീസൺ അല്ല. ഇത്രയും 2 റീസൺ എഴുതി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഈ ലെറ്റർ സെൻഡ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചൊവ്വാഴ്ച 2:30 I got the message back. My letter got accepted by the US Embassy. അത് അക്സെപ്റ്റ് ചെയ്യുകയും എനിക്ക് ഇൻ്റർവ്യൂ എത്രയും പെട്ടെന്ന് തരാൻ വേണ്ടിയിട്ട് US എംബസിയിലോട്ട് അവർ എൻ്റെ പേപ്പർ വർക്ക് അയക്കുകയും ചെയ്തു. എനിക്കൊരു ടൈം മെഷീനിൽ കയറിയിരിക്കുന്ന ഫീലായിരുന്നു. പിന്നെ മാതാവ് എനിക്ക് ഇൻ്റർവ്യൂ വരുന്നു, അതും വീക്സ്, ഓരോ ആഴ്ചകളുടെ വ്യത്യാസത്തിൽ മെഡിക്കൽ വരുന്നു, ഇൻ്റർവ്യൂ വരുന്നു. എൻ്റെ ഉടമ്പടി തീരുന്നതിന് 90 ദിവസത്തിന് മുൻപായിട്ട് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ പിള്ളേർക്കും US ഗ്രീൻ കാർഡ് അപ്രൂവായി ഞങ്ങളുടെ വീട്ടിൽ വന്നു. അതെനിക്കറിയില്ല. US പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഒരാൾക്കേ അറിയത്തുള്ളൂ എത്ര ഹാർഡാണ് ആ രാജ്യത്തിലോട്ടുള്ള മൈഗ്രേഷനെന്ന്. അതും 5-10 വർഷമല്ല. ഞാൻ ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്, ഒരുപാട് ഉപവസിച്ചിട്ടുണ്ട്. ഞാൻ തപസ് ധ്യാനങ്ങൾ കൂടാത്ത ആളല്ല. ഒരുപാട് ഇതിനു വേണ്ടി പക്ഷേ എൻ്റെ മാതാവ് എൻ്റെ മുന്നിൽ കൂടെ നടന്ന് എന്നെ ആ രാജ്യത്ത് കൊണ്ടുപോവുകയായിരുന്നു. എനിക്കറിയാൻ വയ്യാത്തൊരു സ്ഥലം, ഞാൻ അപ്ലൈ ചെയ്യാത്തൊരു സ്ഥലം, ഏതോ ഒരു സ്ഥലം, പക്ഷേ വളരെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശത്തോട്ടാണ് ഞാൻ പോയിരിക്കുന്നത്. അവിടെ മാതാവ് മുന്നമേ നടന്നുകൊണ്ട് എനിക്ക് ഓരോ കാര്യങ്ങളും അവിടെ എനിക്ക് ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. അവിടെ ചെന്നതിന് ശേഷവും, കഴിഞ്ഞ മാർച്ചിലാണ് ഞാനവിടെ മൂവ് ചെയ്തത്. എൻ്റെ ഹസ്ബൻഡും പിള്ളേരും കഴിഞ്ഞ മാസമാണ് ഞങ്ങളുടെ കൂടെ ജോയിൻ ആയത്. അത് കഴിഞ്ഞിപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് മാതാവിനോട് ഇടയ്ക്ക് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവ് ഇതൊരു അത്ഭുതമാണ്. എനിക്ക് സാക്ഷ്യം പറയണമെങ്കിൽ ഇവിടെ എനിക്ക് വന്നേ പറ്റുള്ളൂ. ഒരു പുതിയ ഹോസ്പിറ്റലിൽ കയറിക്കഴിഞ്ഞാൽ ഒരു ലീവ് പോലും കിട്ടാത്ത സ്ഥലത്ത് നിന്ന് എൻ്റെ മാനേജറിന് 2 ആഴ്ചത്തെ ലീവിനാണ് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് ഇവിടെ വന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ വളരെ അത്ഭുതകരമായ മാതാവിൻ്റെ സമയഘടികാരത്തിൻ്റെ മാതാവ് എനിക്ക് എൻ്റെ കണ്ണ് തുറപ്പിച്ച് അത്ഭുതമായിട്ട് എന്നെ നടത്തിക്കൊണ്ടുപോയ ഒരു അത്ഭുതം. എൻ്റെ രണ്ടാമത്തെ അത്ഭുതം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡിന് കാനഡയിലായിരിക്കുമ്പോൾ ഒരു 8-9 വർഷമായിട്ട് ജോലിക്ക് പ്രശ്നമാണ്. ഓരോ വർഷവും ഓരോ ജോലിയായിരിക്കും, സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. ഒരു വർഷം കഴിയുമ്പോൾ ഒന്നെങ്കിൽ ലേ ഓഫ് ആകും, അല്ലെങ്കിൽ അവർക്ക് അവേഴ്സ് കുറയും, അല്ലെങ്കിൽ അവർക്ക് ആളെ വേണ്ടെന്ന് പറയും. അങ്ങനെ ഒരു അതും ഉടമ്പടി ധ്യാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വെച്ചു. മാതാവേ, ഇനിയൊരു ജോലി മാറ്റം ഉണ്ടാകാതെ ഒരു നല്ലൊരു ജോലി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ കാത്തലിക് സ്കൂൾ ബോർഡിൽ തന്നെ ഒരു ജോലി മാതാവ് സ്ഥിരമാക്കി അത്ഭുതകരമായി അത് കൊടുക്കുകയും, അത് കിട്ടണ്ടാത്ത ഒരു ജോലിയല്ല, പക്ഷേ ഞങ്ങൾ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അതെല്ലാ തടസ്സങ്ങളും മാറി പുള്ളിക്കത് കിട്ടുകയുണ്ടായി. അത് മാതാവിന് ഈശോയ്ക്കും അതിനൊത്തിരി നന്ദി പറയുന്നു. പിന്നെ ഈ ഉടമ്പടിയിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഉടമ്പടി അച്ഛൻ പറയുന്ന പോലെ ആ ഉടമ്പടിയായിട്ട് തന്നെ ചെയ്യുമ്പോൾ നമ്മളല്ലാതായി മാറും. നമ്മളൊത്തിരി വ്യത്യാസങ്ങളുണ്ടാവും. മേ ബി നമ്മൾ നല്ല മനുഷ്യരായി മാറുന്നതായിട്ട് നമുക്ക് തന്നെ തോന്നും.
അത് നോക്കുമ്പോൾ നമ്മളല്ലല്ലോ, പഴയ മനുഷ്യനല്ലല്ലോ പുതിയ. പിന്നെ നമുക്കൊരു തെറ്റ് ചെയ്യാനോ നമ്മളൊന്നും മടിക്കും. പിന്നെ മാതാവ് കൂടെ ഉള്ളപ്പോൾ ഓരോ ഒരു നേഴ്സായ എനിക്കറിയാം, ഞാൻ ഓരോ രോഗികളെടുത്ത് പോകുമ്പോഴും അവരെ ഒത്തിരി സ്നേഹത്തോടെ പരിചരിക്കാനും ആ ഉടമ്പടി ചെയ്തതിന് ശേഷം എനിക്കത് വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കാനും അവരായി അംഗീകരിക്കാനുള്ള കൃപ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. അത് ഉടമ്പടിയുടെ എല്ലാവർക്കും കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറഞ്ഞാൽ പത്രം ആണ് മെയിനായിട്ടും. ഞാൻ മലയാളികൾക്കാർക്കും പത്രം കൊടുക്കാറില്ല. ഞാൻ എൻ്റെ കൊളീഗ്സായിട്ടുള്ള വേറെ രാജ്യക്കാർക്ക് അത് പറഞ്ഞു വേണമല്ലോ നമ്മൾ കൊടുക്കാനായിട്ട്. ചുമ്മാ ഒരു പത്രം കൊടുക്കുന്നതിൽ കാര്യമില്ലെന്ന് അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പല ഇംഗ്ലീഷ് പള്ളികളിൽ പോവും, എന്നിട്ട് ഞാനവിടെ ഇരിക്കും. എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങും, ദൈവമേ, ഈശോയെ, മാതാവേ, ഈ പത്രം കിട്ടേണ്ട ഒരാളെ എനിക്ക് കാണിച്ചു തരണേ. അങ്ങനെ അവിടെയുള്ള വെള്ളക്കാർക്ക് ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞ് എന്താണെന്ന് പറഞ്ഞ് ചിലവരത് കേൾക്കാൻ തയ്യാറാകും. വളരെ ആകാംക്ഷയോടെ അവരതെല്ലാം കേൾക്കും, പത്രം വായിക്കും. എന്താണ് കവനൻ്റ് പ്രെയറെന്നും ആ യൂട്യൂബും എങ്ങനെ എടുക്കണമെന്നും എന്നൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. അതിൽ ഞാൻ ശരിക്കും ഒരു ആനന്ദമുണ്ട് എനിക്ക്. ഒരാൾക്കത് ചെയ്തു കൊടുക്കുമ്പോൾ ഒന്നും അറിയാത്ത ഒരാൾക്കാണ് അത് പറഞ്ഞു കൊടുക്കുന്നതിൽ ഭയങ്കര സന്തോഷമാണ്. പിന്നെ എനിക്ക് കുറേ ഫിലിപ്പിനോ ഫ്രണ്ട്സുണ്ട്. അവർക്ക് മാതാവിനെ അവർ പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുന്നതാണ് മാതാവിൻ്റെ രൂപവും ഫോട്ടോ എല്ലാം കൊണ്ട് ചെല്ലണമെന്നും. എല്ലാവർക്കും ഞാൻ ഓരോ ഫോട്ടോ നാട്ടിൽ നിന്ന് വരുത്തിക്കും. നാട്ടിൽ നിന്ന് ആര് കയറി വന്നാലും അവിടെ നിന്ന് ഏത് സ്ഥലത്ത് പോയാലും ഞാൻ മേടിക്കും. ചിലപ്പോൾ 3-4 മണിക്കൂറും ഞാൻ ഡ്രൈവ് ചെയ്ത് പോയിട്ടായിരിക്കും ഇവിടെ നിന്ന് കൊന്തയും പത്രവും ഈ രൂപങ്ങളും ഒക്കെ മേടിക്കുന്നത്. അവർ കണ്ടിട്ടില്ല, ഈ നീല ചാര മാതാവിനെ അവർ കണ്ടിട്ടില്ല. അപ്പോൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും. അപ്പം ഇംഗ്ലീഷിലും എല്ലാം പറഞ്ഞ് അവരെ മനസ്സിലാക്കി ഒരാളെ കൊണ്ട് ഉടമ്പടി നമ്മളെ നല്ലാതൊരു മലയാളി അല്ലാത്തൊരു വേറൊരാളെ കൊണ്ട് ഒരു ഉടമ്പടി എടുപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അഭിമാനം തന്നെയാണ് എനിക്ക്. അത് ചെയ്തു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ് ഞങ്ങൾക്ക്. അങ്ങനെ ഒത്തിരി പേർക്ക് ഞാൻ ഉടമ്പടിയത്തിന് ശേഷം എനിക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് പേരെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിക്കുകയും അവർക്ക് അതിലൂടെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരും ഒക്കെ ഇവിടെ വരികയും ആലപ്പുഴ വരികയും ഉടമ്പടി പ്രാർത്ഥന കൂടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ഇവിടെ വന്ന് നിൽക്കാൻ തന്ന അവസരം ഓർത്ത് ഞാൻ മാതാവിന് നന്ദി പറയുന്നു. ഒരിക്കലും ഞാൻ കഴിഞ്ഞ ആഴ്ച പോലും ഞാൻ വിചാരിച്ചില്ല ഞാൻ കൃപാസനത്തിൽ ഇവിടെ വന്ന് ഈ വേദിയിൽ വന്ന് സാക്ഷ്യം പറയുമെന്ന്. അതൊരുക്കിയ മാതാവിനെ ഒരുപാട് നന്ദി. ഈശോയ്ക്ക് സ്തോത്രം, സ്തുതി, മഹത്വം. എൻ്റെ പേര് യേശുദാസ്. ഉടമ്പടി പ്രാർത്ഥന എടുക്കുന്നതിനെ പറ്റി എൻ്റെ വൈഫ് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും സമ്മതിച്ചിട്ടില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒത്തിരി കടമ്പകളുണ്ട് അതിന്, അത് നമ്മൾ പാലിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ഞാനൊരു ദിവസം നമ്മൾ ലൈറ്റ് ക്യാൻഡിൽ എടുത്ത് അതിനുശേഷം ഞാൻ തന്നെയാണ് ഉടമ്പടി ആദ്യം സ്റ്റാർട്ട് ചെയ്തതും. പിന്നെ ഒരുപാട് പേർക്ക് ഉടമ്പടിയിലേക്ക് ഇത് ചെയ്യാൻ പറ്റി. ഞങ്ങൾ ഉപ്പ് പല ഇതിലും ഉപയോഗിക്കാറുണ്ട്. അതായത് ഞങ്ങൾ എന്ത് പേപ്പർ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്ത് ഒരു എക്സാം എഴുതി കഴിഞ്ഞാലും എല്ലാത്തിനും ഉപ്പ് ഇത് ചെയ്യും. ഈവൻ നമ്മുടെ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും ഉപ്പിട്ട് അതിനുശേഷം ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പിന്നെ ആയിരിക്കും തൈലവും ഇത് ചെയ്തിട്ടാണ് ഞങ്ങളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെ പിള്ളേർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഉടമ്പടി തൈലം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എല്ലായിടത്തും അതേപോലെ തന്നെ ഒത്തിരി പേരെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഫാമിലി തന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ വന്ന് എല്ലാവർക്കും എടുക്കാൻ പറ്റി. എൻ്റെ ഫ്രണ്ട്സിനെ എടുപ്പിച്ചു. ഇവർക്ക് എല്ലാവർക്കും മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് പ്രത്യക്ഷമായിട്ട് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. പലരും പുറത്ത് പോകാനായിട്ടുള്ള പേപ്പർ വർക്ക്സ് തടസ്സമായിട്ട് നിന്നവർ എല്ലാവരും ഇപ്പം പുറത്താണ്. അവർ പലരും വരുന്നുണ്ട്. അവർ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് എല്ലാവരും വില്ലിങ്ങുമാണ്. അപ്പം മാതാവിൻ്റെ ആ ഒരു അനുഭവം നമ്മുടെ ഉടമ്പടി എടുത്തതിന് ശേഷം ജീവിതത്തിൽ കാണുന്നു. മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിന് മാതാവിനും ഇവിടെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാനും എല്ലാത്തിനും ഒത്തിരി നന്ദി. സങ്കീർത്തനം 28:7 കർത്താവ് എൻ്റെ ശക്തിയും പരിചയവുമാണ്. കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു, അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു. എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു, ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു. ലിസ്മോളും യേശുദാസും കൃപാസനം ഉടമ്പടി മാതാവിൻ്റെ സംരക്ഷണയിൽ ലഭിച്ച
വലിയ ദൈവാനുഭവങ്ങളെ നന്ദിയോടുകൂടി ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. 18 വർഷമായി US മൈഗ്രേഷൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും നടക്കാത്ത വിധം തടസ്സപ്പെട്ട് കിടക്കുന്നു. അത് അച്ഛനെ കാണുമ്പോഴും അത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ആ ഒരു സ്പാർക്ക് ഓഫ് സെക്കൻഡിൽ 5 സെക്കൻഡ് അച്ഛനോട് നിയോഗം പറയാമെന്ന് പറയുമ്പോൾ ആ അവസാന നിമിഷം ഒരു വാചകം പോലെ അച്ഛ US മൈഗ്രേഷൻ 18 ഇയേഴ്സായി നടക്കുന്നില്ലെന്ന് പറയുന്നു. അച്ഛനൊരു നോട്ടം നോക്കുന്നു. അതാണ് ആകെ നടന്നിട്ടുള്ള കാര്യം. പക്ഷെ കാണുന്നത് മുഴുവനും മാതാവല്ലേ. അമ്മയുടെ കരങ്ങളിലേക്കാണ് കണ്ണീരും നിയോഗവും ജീവിത വിഷയങ്ങളും എല്ലാം ഏൽപ്പിക്കപ്പെടുന്നത്. അമ്മ മാതാവ് സമയച്ചുരുക്കത്തിൽ എത്ര സുരക്ഷിതമായി ഏതാണ്ട് ഒരു 2-3 മാസം കൊണ്ട് എല്ലാ കാര്യവും ക്രമീകരിച്ച് US മൈഗ്രേഷൻ യാഥാർത്ഥ്യമാക്കി കുടുംബം ഒരുമിച്ച് അവിടെ എത്തിച്ചേരുവാൻ വഴികൾ ഒരുക്കിക്കൊടുത്ത് കുടുംബത്തെ അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യമാണിത്. പ്രാർത്ഥന ഒരിക്കലും പാഴാവില്ല. കണ്ണീരോടുകൂടി അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുന്ന ഏതൊരു നിയോഗത്തെയും അമ്മ അത് ഈശോയ്ക്ക് കൊടുത്ത് ആശീർവദിച്ച് നമുക്ക് അനുഗ്രഹമാക്കി മാറ്റിത്തരും. അതുകൊണ്ട് ഉടമ്പടിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ലിസുമോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ജീവിതം മാറുന്നുണ്ട്, മനോഭാവങ്ങൾ മാറുന്നുണ്ട്, ബന്ധങ്ങൾ മാറുന്നുണ്ട്. കുറേ കൂടി വിശുദ്ധിയുള്ള, ദൈവസ്നേഹമുള്ള, പരിചരണശേഷിയുള്ള വ്യക്തികളായി നാം ഓരോരുത്തരും മാറുന്നു. അത് ദൈവസന്നിധിയിൽ ദൈവത്തിന് ഇടപെടുവാനും കൃപ ചൊരിയുവാനും വലിയ അനുഗ്രഹത്തിനുള്ള കാരണങ്ങളായി മാറുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സമയം നമ്മുടെ സമയം പോലെയല്ല. അവൻ്റെ കണ്ണുകളിൽ നമ്മൾ പറയും 1000 വർഷം ഒരു നിമിഷം പോലെയുള്ളൂ എന്ന്. അതുകൊണ്ട് അറിഞ്ഞ് ഉള്ളുനൊന്ത് അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഇത് ഏൽപ്പിക്കുമ്പോൾ അമ്മ ഇത് ഏറ്റെടുത്തെനിക്ക് സഞ്ചാരി മാതാവ് സമയച്ചുരുക്കത്തിന് അമ്മ അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് ഉറച്ചു വിശ്വസിച്ച് കൊടുത്ത ഒരു നിയോഗമാണ്. മകൾ പറയുന്നുണ്ട്, ഒരു ദിവസം കിട്ടിയ സന്ദേശം അത് എംബസിയിലേക്കൊരു ഇമെയിൽ അയക്കാൻ വേണ്ടിയാണ്. ആർക്ക് അയക്കണമെന്നറിയില്ല, എന്തെഴുതണമെന്നറിയില്ല, എന്തിനയക്കണമെന്നറിയില്ല. പക്ഷെ കിട്ടിയ സന്ദേശം ഇമെയിൽ അയക്കുക എന്നതാണ്. മകൾ ആ ഇമെയിൽ മുഴുവനും നമ്മളോട് പറഞ്ഞു. അതിന് വാലിഡായിട്ടുള്ള റീസൺസ് ഒന്നുമില്ല. പക്ഷേ മാതാവ് ഉടമ്പടി പ്രകാരം ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൈമാറിയിട്ടുണ്ടോ? അത് വ്യക്തികളിലൂടെയാകാം, വാക്കുകളിലൂടെയാവാം, സ്വപ്നങ്ങളിലൂടെയാവാം, ചില ഇടപെടലുകളിലൂടെയാവാം. ഒരെണ്ണം കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഫലസിദ്ധിയിലേക്കുള്ള ഒരു അടയാളമായി, ചൂണ്ടുപലകയായി മാറാനുള്ള ശക്തി ഉണ്ടാവും. മകൾ പറയുന്നുണ്ട്, ആ ഒരു ഇമെയിലാണ് വളരെ വേഗം ഈ വിഷയം ടേക്കപ്പ് ചെയ്യുവാനും മകളുടെ വിസ പ്രോസസ്സ് വേഗത്തിലാക്കുവാനും മാസങ്ങൾക്കുള്ളിൽ 2-3 മാസം, മകൾ പറഞ്ഞു ഉടമ്പടി കാലയളവ് തീരുന്നതിന് മുമ്പ് മകൾക്ക് വിസ ലഭിച്ച് അമേരിക്കയിൽ എത്തിച്ചേരുവാനുമുള്ള വഴി തുറന്നു കൊടുത്തതെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി ചെറിയ കാര്യമല്ല. ഉടമ്പടി അസാധ്യ കാര്യങ്ങൾ നാം എഴുതുമോ? പൂർണ്ണ വിശ്വാസത്തോടുകൂടി അമ്മയിൽ നമ്മൾ ശരണപ്പെടുമോ? ജീവിതത്തെ അതിനുവേണ്ടി ക്രമീകരിക്കുവാൻ തയ്യാറാകുമോ? വലിയ അനുഭവങ്ങൾ ചുരുക്ക നേരങ്ങളിൽ അമ്മ നമുക്ക് അനുവദിച്ചു തരുന്നത് ഈശോയുടെ അനുഗ്രഹമായി മാറുന്നത് കാണുവാനാവും. അതിൻ്റെ വലിയ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ നിന്ന് പങ്കുവച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിൽ ശരണപ്പെട്ടുള്ള വിശ്വാസ ബോധ്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.